നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. 2025 അതിൻ്റെ 7-ാം മാസം നമ്മെ വിട്ട് കടന്നുപോയി. 8-ാം മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുവാനും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാനും നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നന്മ പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ നാം നെട്ടോട്ടം ഓടുകയാണ്. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 23-ാം സങ്കീർത്തനം അതിൻ്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നന്മയും കരുണയുമൊക്കെ അവനെ പിന്തുടരുവാനിടയായിത്തീരും. നന്മയും കരുണയ്ക്കും അല്ലെങ്കിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനും പുറകെ ഓടി അലയേണ്ട ആവശ്യമില്ല. അതൊക്കെ അതാതിൻ്റെ സമയത്ത് അതാതിൻ്റെ നിലയിൽ അത് നമ്മെ തേടി വരുവാനിടയായിത്തീരും. പക്ഷേ അതെങ്ങനെ പ്രാപിപ്പാൻ കഴിയും? ആലയത്തിൽ വസിക്കുന്ന, ആലയത്തിലുള്ള ഒരു പ്രിയ ദൈവ പൈതലിനെ സംബന്ധിച്ച് നന്മയും കരുണയുമൊക്കെ അവനെ തേടി വരികയാണ്. എന്നാണ് ആലയത്തിന് ഇത്രയും പ്രത്യേകത പറയുവാൻ കാരണം? 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ വരുമ്പോൾ ആലയത്തിൽ മനോഹാരിതയുണ്ട്. ആലയം ധ്യാനിക്കുവാനുള്ളതാണ്. ആലയത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് പാർക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ആലയത്തോടുള്ള ബന്ധത്തിൽ ദൈവിക സാന്നിധ്യം നിത്യം അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഇവിടെയാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. ഒരുവൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് എത്രത്തോളം അടുത്ത് നിൽക്കുമോ, ദൈവിക കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുമോ, അവൻ ദൈവത്തിന് വേണ്ടി എത്രത്തോളം നിൽക്കുമോ, അവനെ മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അനുഗ്രഹങ്ങളും നന്മയും ഒക്കെ പ്രാപിക്കുവാൻ വേണ്ടി അനുഗ്രഹത്തിൻ്റെയും നന്മകളുടെയും ഒക്കെ പുറകെ നാം ഓടുകയാണ്. ലഭിക്കാതെ വരുമ്പോൾ വാടി തളർന്ന് ദൈവത്തോട് പിറുപിറുക്കുന്ന, ദൈവത്തോട് കോപിക്കുന്ന ഒരു നിലപാട് നാം എടുക്കുകയാണ്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി പറയുന്നു, എന്നെ പിന്തുടരും. ആലയത്തിൽ ദീർഘകാലം വസിക്കുവാൻ, ഒരായുസ് മുഴുവനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ മനോഹാരിത അനുഭവിക്കുവാൻ, ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാൻ, ആരാധിക്കുവാൻ ഒരു വ്യക്തി താല്പര്യപ്പെടും തോറും, അതിന് സമയം കണ്ടെത്തും തോറും അവൻ നന്മയ്ക്ക് പുറകെ ഓടേണ്ടി വരത്തില്ല. നന്മയും വിടുതലുമൊക്കെ അതാതിൻ്റെ കൃത്യസമയത്ത് അനുഭവിക്കുവാനിടയായിത്തീരും. ഇവിടെ നമ്മൾ വായിക്കുന്നത് കൊണ്ട് കരുണ ലഭിപ്പാൻ, അവൻ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ പറയുന്നു. ദൈവത്തോടടുത്തു വരുവാൻ, ദൈവ സാന്നിധ്യം അടുത്തു വരുവാൻ, മറ്റൊരു ഭാഗത്തും കാണുവാൻ കഴിയുന്നതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. എത്രത്തോളം ദൈവത്തോട് നാം അടുത്തു നിൽക്കുമോ, എത്രത്തോളം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നാം ഉത്സാഹം കാണിക്കുമോ, അത്രത്തോളം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഈ 8-ാം മാസത്തിൽ നാം പ്രവേശിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ
നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവിക നന്മകൾ പ്രാപിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.